ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ചാനൽ ജോമോൻ മാത്യു ക്ലാക്കിയിൽ. പേര് പറഞ്ഞ പോലെ എൻ്റെ പേര് ജോമോൻ മാത്യു എന്നാണ്. ഞാനിവിടെ ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ ന്യൂറോളജിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഒരു 3 വർഷത്തോളമായിട്ട് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ട് ഏകദേശം 4 വർഷം അടുക്കാറായി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ ഒരു ബിസിനസ് ഇവിടെ തുടങ്ങാനുള്ള ഒരു പ്ലാനിലാണ്. ഒഫീഷ്യലി അത് ഓൺ റെക്കോർഡ്സ് തുടങ്ങിക്കഴിഞ്ഞു, പക്ഷേ പ്രാക്ടിക്കലി അത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഒരു ബിസിനസ് എന്ന് പറയാമെങ്കിലും അത് തുടക്കത്തിൽ ഒരു ബിസിനസ്സായിട്ടല്ല അത് തുടങ്ങി വരുന്നത്. അതൊരു പാർട്ട് ടൈം ജോലിയായിട്ടാണ്. പക്ഷേ ആ പാർട്ട് ടൈം പിന്നീട് അതൊരു ബിസിനസ്സായിട്ട് നല്ല സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഞാൻ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനിപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓർത്തു ഇതുപോലുള്ള സെയിം സിറ്റുവേഷനുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഒരുപക്ഷെ ഒന്നുകിൽ ജോലിയിൽ നിന്നും അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റ് സ്വന്തമായിട്ടൊരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ടാവും. അപ്പം അവർക്ക് എങ്ങനെ ഇറങ്ങണം, അതിനുള്ള ധൈര്യമില്ല, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ ഉള്ളിലുണ്ട്. അതിനുള്ള ധൈര്യമില്ലായ്മയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ നഷ്ടം വന്നാൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്യും, എങ്ങനെ സർവൈവ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റീസൺസ് ഉണ്ട് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. എനിക്കും അതേ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ എങ്ങനെയാണ് എൻ്റെ കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് എനിക്കൊരു പ്ലാനുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാന് ഒരുപക്ഷെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കും അതൊരു ഒരുപക്ഷെ ഇൻസ്പിറേഷനോ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ബിസിനസ് ഐഡിയ ഫെയിലായാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും മറ്റുള്ള ആളുകൾക്കും അതുപോലെ തന്നെ എനിക്കും മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ഇൻ കേസ് ഇത് വിജയിക്കുകയാണെങ്കിൽ ഞാൻ എവിടുന്ന് തുടങ്ങി എവിടെ എത്തി എന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ ആകും. അതല്ല, ഫെയിൽ ആവുകയാണെങ്കിൽ എനിക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും അസസ് ചെയ്യാൻ പറ്റും. ഇവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇവൻ ഫെയിലായത്, അല്ലെങ്കിൽ മറ്റ് രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആവില്ലായിരുന്നു. എനിക്ക് തന്നെ ചിലപ്പോൾ ഭാവിയിൽ എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്ന്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്കിത് വിജയത്തിലേക്ക് പോകാനുള്ള കാരണങ്ങൾ, ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ ഭാവി തലമുറയ്ക്കും ഇത് കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു താല്പര്യം. അത് തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ബിസിനസ് രജിസ്ട്രേഷൻ ഒഫീഷ്യലി ഇവിടെ ചെയ്തു. അത് കഴിഞ്ഞ ഒക്ടോബർ 24, 2024 തന്നെ ചെയ്തതാണ്. ഇതിപ്പോൾ ജനുവരി അവസാനമാണ്, തണുപ്പുണ്ട്. ഞാൻ ആ ഒരു ബിസിനസ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഇവിടുത്തെ സമ്മർ സീസണിലാണ്. അതായത് ഒരു മെയ് അവസാനം, ജൂൺ, ജൂലൈ ആണ് ഇവിടുത്തെ സമ്മർ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേറ്ററി വർക്കുകളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ ബിസിനസ് എക്സിക്യൂഷൻ തുടങ്ങാൻ പോകുന്നത് സമ്മറിലാണെങ്കിലും ഇപ്പം തന്നെ അതിനുള്ള പ്രിപ്പറേറ്ററി വർക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് മുതൽ തന്നെയുള്ള ആ എൻ്റെ ഒരു ബിഗിനിങ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാർട്ടിങ്, അതിനെക്കുറിച്ച് ഉള്ള എൻ്റെ ഐഡിയാസും എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ പ്ലാനുകളും, എങ്ങനെയാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് വീഡിയോയിലൂടെ തന്നെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക. അത് വേണമെങ്കിൽ എനിക്ക് എൻ്റെ ചാനലിൽ ഷെയർ ചെയ്യാം. ഒരുപക്ഷെ അത് ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്കത് ഉപകാരപ്പെട്ടേക്കാം. കാരണം ഇത് ഒരു പ്രശ്നമാണ്, ഇതൊരു പ്രോബ്ലമാണ്, എൻ്റെ ഒരു പ്രോബ്ലമാണ്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ നേഴ്സായിട്ട് 3 വർഷത്തോളമായിട്ട് ജോലി ചെയ്യുകയാണ്. എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾക്ക് 7 വയസ്സായി, നാളെ കഴിഞ്ഞാകും. അടുത്ത ആൾക്ക് അടുത്ത മാസം തന്നെ, ആദ്യം ഫെബ്രുവരി 14 മോൾക്കും 1 വയസ്സാകും. അപ്പോൾ മറ്റ് ഫാമിലി സപ്പോർട്ടുകളൊന്നുമില്ല. ഞാനും വൈഫും 2 കുട്ടികളും ഉള്ളൂ. അപ്പം വൈഫ് നേഴ്സായിട്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ മറ്റൊരു എക്സ്ട്രാ വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ബേസിക് തോട്ട്. അതുപോലെ തന്നെ എല്ലാ കാലത്തും സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ.
ഇതിനു മുമ്പും ഞാൻ ചെറിയ രീതിയിലും വലിയ രീതിയിലും ബിസിനസ് ചെയ്തിട്ടുണ്ട്. അത് മുന്നോട്ട് പോയിട്ടില്ല സ്വാഭാവികമായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അടുത്ത് തുടങ്ങേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് 1-2 ചെയ്തിട്ടുണ്ട്. പിന്നീട് ജോലി കിട്ടിയ കാലത്ത് എൻ്റെ ജോലി, അതായത് നഴ്സിംഗ് ജോലി വിട്ടിട്ട് മറ്റൊരു ബിസിനസ് ഞാൻ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അത് അന്നത്തെ സാമൂഹികവും രാഷ്ട്രീയവും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും അന്ന് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിൻ്റെ പേരിൽ എനിക്ക് ഒരു 10 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിലൊരു 8 ലക്ഷം രൂപയോളം എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു നഷ്ടം അന്ന് ഞാൻ ആ ബിസിനസ് ക്ലോസ് ചെയ്തെങ്കിലും അതിൻ്റെ നഷ്ടം സത്യം പറഞ്ഞാൽ നികത്തിയത് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ടാണ്. അതിൻ്റെ പകുതിയോളം നഷ്ടം എനിക്ക് തീർത്ത് ഇപ്പോൾ അതിൻ്റെ ആ ഒന്ന് സെറ്റിൽമെൻ്റ് എല്ലാം കഴിഞ്ഞ് തീർത്തത്. അപ്പോൾ ഇനി ഞാൻ അടുത്ത പുതിയ ഐഡിയ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതും ഞാൻ വിചാരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ജോലി എനിക്കുണ്ട്. നഴ്സിംഗ് ജോലിയാണ്. അത് മുന്നോട്ട് ഒരാളത്ത് ഒരു നിയർ ഫ്യൂച്ചറിൽ ഉടനെ തന്നെ ആ ജോലിക്ക് വലിയ ഒരു കേട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വലിയൊരു ഡാമേജ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റ് ടെക്നോളജികളൊക്കെ ഡെവലപ്പ് ആയാലും ഈ ഒരു ജോലിക്ക് അങ്ങനെ ഒരു വലിയ മാറ്റം വരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് സംഭവിക്കുന്നതെന്ന്. എനിവേ, വേണമെങ്കിൽ എനിക്ക് ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇപ്പം എനിക്ക് 40 വയസ്സായി. അടുത്ത ഒരു 25 വർഷത്തേക്ക് ഇവിടുത്തെ നിയമം അനുസരിച്ച് എനിക്കിവിടെ ഈസി ആയിട്ട് ജോലി ചെയ്യാം. സാലറി കിട്ടും. വൈഫിന് ജോലിയുണ്ട്. വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു വീട് വേണമെങ്കിൽ വാങ്ങിക്കാം ലോൺ എടുത്ത്. എന്നിട്ട് അത് അടുത്ത ഒരു 20 വർഷത്തേക്ക് വേണമെങ്കിൽ ആ ലോൺ അടച്ച് ഇടയ്ക്ക് യൂറോപ്യൻ യൂണിയൻ ആയതുകൊണ്ട് മറ്റ് പല രാജ്യങ്ങളിലൊക്കെ ഈസി ആയിട്ട് യാത്ര ചെയ്യാം. അങ്ങനെയൊക്കെ പോയി വേണമെങ്കിൽ അടുത്തൊരു എനിക്ക് ലൈഫ് അനുവദിക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു 25 വർഷത്തേക്ക് മിനിമം ഇവിടെ ജോലി ചെയ്ത് സമാധാനത്തിലങ്ങ് പോവാം. പക്ഷേ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം, സ്വന്തമായി ചെയ്യണം, കൂടുതൽ വളരണം. ഇങ്ങനെ വേണമെങ്കിലും സ്റ്റേബിളായിട്ട് വേണമെങ്കിൽ പോകാം. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ആളാണ്. അത് ചെറുപ്പം മുതലേ അങ്ങനെയാണ്. ഇപ്പോൾ വീണ്ടും ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടായപ്പോൾ അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ മുമ്പ് ചെയ്ത പല ചെറിയ ചെറിയ ബിസിനസ്സിലും അതുപോലെ നാട്ടിൽ ഒരു ഫാമാണ് ഞാൻ ചെയ്തത്, അത് ഫെയിലായി. അപ്പോൾ അങ്ങനെയുള്ള പല എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ആ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ അതെന്നെ ഒരുപാട് ഇപ്പോൾ അടുത്ത ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഏത് രീതിയിൽ സേഫായിട്ട് വേണം ചെയ്യാമെന്നുള്ള കുറച്ച് ഐഡിയ എനിക്കുണ്ട്. പക്ഷേ ഇതൊന്നും പൂർണ്ണമല്ല. എന്നും നമ്മൾ ലേണിംഗ് ആണല്ലോ, എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലും ചിലപ്പോൾ എനിക്ക് വിജയിക്കാം, ചിലപ്പം എനിക്ക് തോൽവി വരാം. പക്ഷേ ജയിച്ചാലും സാമ്പത്തികമായിട്ട് ഫെയിലായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സ്പീരിയൻസ് മറ്റൊരു കാര്യം ചെയ്യാൻ എനിക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ബിസിനസ്സിൽ ഉണ്ടാകാൻ പോകുന്ന ഫെയിലിയറിനെ ഓർത്ത് ഞാൻ പേടിക്കുന്നില്ല. കാരണം ഞാൻ ഫെയിലിയർ കണ്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഫെയിലിയർ ഓഫ് കോഴ്സ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്ത് ഒരുപാട് ആളുകൾ ബിസിനസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ബിസിനസ് ജയിച്ചിട്ടില്ല. സോ ബിസിനസ്സിൽ ജയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഒരു ലക്കും അതുപോലെ തന്നെ കഴിവും സ്കില്ലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അതിൽ വിജയം നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാനും ട്രൈ ചെയ്യുകയാണ്. വേണമെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് അടുത്ത 25 വർഷത്തേക്ക് അങ്ങനെ പോകാം. പക്ഷേ ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്യാണ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെന്നാൽ ഇപ്പോൾ 2025 ജനുവരിയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി മുന്നോട്ട് അത് കൂടുതൽ കൂടും. നമ്മൾ ഒരു 25 വർഷം മുമ്പ് ആലോചിച്ച് നോക്കുമായിരുന്നെങ്കിൽ അന്നത്തെ ഒരു ടെക്നോളജിയും അന്നത്തെ ഒരു സാഹചര്യങ്ങളും അതിനേക്കാളൊക്കെ ഒരുപാട് മാറി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചുറ്റുപാടും ശരിക്കും ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. എവിടെയാണ് ഒരു സാഹചര്യമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അതെങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്ന് എപ്പോഴും ചിന്തിക്കുന്ന ആളാണ്. അങ്ങനെ പല ഓപ്പർച്യൂണിറ്റികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് എക്സിക്യൂഷനിലേക്ക് ചെയ്യാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. അതൊന്നും ഇറങ്ങി തിരിച്ച് പ്രത്യേകിച്ച് ഫാമിലിയുടേതായ ചില റെസ്ട്രിക്ഷൻസ് വരും. അവർ സമ്മതിക്കണമെന്നില്ല, റിലേറ്റീവ്സ് സമ്മതിക്കണമെന്നില്ല, കൂട്ടുകാർ സമ്മതിക്കുന്നില്ല. നീ എന്തിനാണ് ഇതിന് പോകുന്നത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ നിനക്ക്? പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോകുന്നതിനേക്കാളും എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്ത് എന്താ പറയുക ഒരു അച്ചീവ്മെൻറ്റ് കൂടുതൽ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അത് എന്നെ മാത്രമല്ല, ഞാൻ എന്തെങ്കിലും നേടുവാണെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും അവരുടെ ഫാമിലിക്കും അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്.
മാത്രമല്ല എനിക്ക് കുറച്ച് പ്ലാനുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മുന്നോട്ടുള്ള കാലത്ത് മുന്നോട്ടുള്ള വീഡിയോസിൽ പങ്കുവയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഒരു ഡോക്യുമെൻറ്റേഷനായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് എൻ്റെ കാര്യം ഇവാലുവേറ്റ് ചെയ്യാനും മറ്റുള്ള ആളുകൾക്ക് ഇതേ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒന്നുകിൽ ഞാൻ പറഞ്ഞതുപോലെ ജോലിയിൽ നിന്നും സാറ്റിസ്ഫൈഡ് അല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒരുപക്ഷെ എൻ്റെ ഈ ഒരു ബിസിനസ് യാത്ര ഈ ഒരു വീഡിയോ ഡോക്യുമെൻറ്റേഷനിലൂടെ ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആവാം, അവർക്ക് എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പാഠമാകാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാനിത് ഡോക്യുമെൻ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ 1-2 വീഡിയോസ് ഒരുപാട് വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അത് ഒന്നാമത്തത് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയത് ഞാൻ കേരളത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. എല്ലാ വർഷവും മഴക്കാലമാകുമ്പോൾ നാട്ടിലെ ആളുകൾക്ക് ഭയങ്കര പേടിയാണ്, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ. അപ്പം ഞാൻ 2021 ഇവിടെ വന്ന സമയത്ത് ഇതുപോലെ ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലും എല്ലാം ഇങ്ങനെയുള്ള വാർത്തകളും പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് വന്നത്. അപ്പോൾ അതെല്ലാം ഭയങ്കരമായിട്ട് റീച്ച് കിട്ടുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ആളുകളെ പേടിപ്പിക്കാതെ ആ ഒരു പേടിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് അന്ന് ഞാൻ ചിന്തിച്ചത്. ആ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ, സപ്പോസ് ആ ഒരു ഡാം പൊട്ടിയാൽ ഒരു വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത. അതെങ്ങനെയൊക്കെ സാധിക്കും എന്നതിനെക്കുറിച്ച് ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിട്ടു. അത് ഞാൻ വളരെ പെട്ടെന്ന് ഇതുപോലെ തന്നെ അന്നത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് എനിക്ക് തോന്നി, പെട്ടെന്ന് ചെയ്തു. എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്തത്. അതിനകത്ത് വലിയ ടെക്നോളജിക്കൽ ഒരു വലിയ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. ഒരു വീഡിയോ ക്യാമറ ഇതുപോലെ മുമ്പിൽ വെച്ചിട്ട് ഞാനങ്ങ് ചെയ്തു. കുറച്ച് എഡിറ്റിംഗ് ചെയ്ത് അതിൻ്റെ അകത്ത് അങ്ങ് ഇട്ടു. അത് വലിയ രീതിയിൽ ആളുകൾക്ക് ആ ഒരു എന്താണ് ആ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും, ജീവൻ എങ്ങനെ രക്ഷിക്കാം, ആ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് ഭയങ്കരമായ രീതിയിൽ അത് റീച്ചായി. അപ്പോൾ അതിൽ തന്നെ കുറേ ആളുകൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പറഞ്ഞു, കുറേ ആളുകൾ നെഗറ്റീവായിട്ട് പറഞ്ഞു. അപ്പോൾ അതിപ്പോൾ അമ്മയെ തല്ലേ 2 വർഷം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നോക്കണ്ട. എന്ത് പറഞ്ഞാലും അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും കണ്ടുപിടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിനെക്കുറിച്ചാണെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ പറയും, നീ എന്തിനാണ് ഇതിന് പോകുന്നത്, എനിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. പക്ഷേ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണൽ ഗ്രോത്തും അതുപോലെ തന്നെ ഞാൻ വളരുകയാണെങ്കിൽ എൻ്റെ ഭാവി തലമുറയ്ക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ ഒരു പോസിറ്റീവായ രീതിയിൽ അവരുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് ഭയങ്കരമായ രീതിയിൽ റീച്ചായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം എന്നാണ് ബേസിക്. അപ്പോൾ അതുപോലെ തന്നെ ആ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് അതും ഞാൻ ആലോചിച്ചപ്പോൾ അതിൻ്റെ രീതിയിൽ അതിനുശേഷം തുടർച്ചയായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ടപ്പോൾ അതും കുറച്ച് നല്ല രീതിയിൽ വ്യൂവർഷിപ്പ് കിട്ടി. അതായത് ശാശ്വതമായിട്ട് ആ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, അതിനുള്ള 2 സൊല്യൂഷൻ മെയിനായിട്ട് സൊല്യൂഷൻ ഞാൻ പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞ സൊല്യൂഷൻ സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്ക് സുപ്രീം കോടതി പോലും അങ്ങനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു രീതി ചെയ്തുകൂടാ, 2 പേർക്കും ഈക്വലായിട്ട് ഒരു പ്രശ്നമില്ലാതെ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഞാനത് അന്നും ഇട്ടിരുന്നു. അത് എൻ്റെ മാത്രം ഒരു ഐഡിയ അല്ല, നമ്മുടെ ഈ ശ്രീധരൻ സാറ് പോലും അത് അങ്ങനെ ഒരു ഐഡിയ ആണ് പങ്കുവെച്ചത് ഞാൻ പിന്നീട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് ഞാൻ 2 പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് പറഞ്ഞപ്പോഴാണ്. അതിനുശേഷം പിന്നീട് എനിക്ക് അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി യൂട്യൂബിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. എൻ്റെ പ്രശ്നം സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ബിസിനസ്സിലേക്ക് എങ്ങനെ ഇറങ്ങിത്തിരിക്കാം, എങ്ങനെ ചെയ്യാം, എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കാം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ എൻ്റെ പ്രശ്നമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ജയിക്കത്തില്ല. അത് സൊസൈറ്റിയിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ ആയാൽ മാത്രമേ ഉള്ളൂ ആ ബിസിനസ് ആയാലും ജയിക്കത്തുള്ളൂ. ഇതിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ എങ്ങനെ ഇറങ്ങുന്നു എന്നത് ഡോക്യുമെൻറ്റേഷനാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന ബിസിനസ് വേറെയാണ്. ആ ബിസിനസ് വിജയിക്കണമെങ്കിൽ അതും ഒരു പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഐഡിയ ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനോടുള്ള എക്സിക്യൂഷനിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ
അതിൻ്റെ ആ ബിസിനസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അത് ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യുന്ന ഒരു ചെറിയൊരു ബിസിനസ്സാണ്. കാരണം വളരെ കുറച്ച് സമയമേ എനിക്കുള്ളൂ. വൈഫ് ജോലിക്ക് പോവും, ഞാൻ ജോലിക്ക് പോവും, 2 കുട്ടികളുണ്ട്. അപ്പോൾ മാസത്തിൽ കൂടിപ്പോയെന്ന് ടോട്ടലി ഒരു ദിവസം ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറേ കിട്ടത്തുള്ളൂ. അങ്ങനെ കൂടിപ്പോയെന്ന് ഒരു 15 മണിക്കൂർ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അപ്പം അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനും കൂടിയാണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കരുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ് യാത്ര ഒരു ഡോക്യുമെൻറ്റേഷൻ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എൻ്റെ ഒരു ബിസിനസ് യാത്ര ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാം, മറ്റുള്ള ആളുകൾക്കും ഒരുപക്ഷെ അത് ഇൻസ്പിറേഷനോ ഒരു ലേണിങ്ങോ ആയി മാറിയേക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് എൻ്റെ മുന്നോട്ടുള്ള ഓരോരോ ബിസിനസ് സ്റ്റെപ്പുകളും അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, എൻ്റെ പ്ലാനുകൾ എന്താണ്, എന്താണ് എൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളതിനെക്കുറിച്ചും ഇങ്ങനെയുള്ള ചില വീഡിയോസ് ഒരു മേ ബി മന്ത്ലി ട്വൈസോ അല്ലെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് നോക്കാം. ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും ആരായുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ടിൽ ദെൻ. ബൈ.